വെൽക്കം. റഹ്മാനാണ്. ജനറൽ അനസ്തെറ്റിക്സ് ഈ വീഡിയോ സീരീസിൽ നമുക്ക് ഈ വീഡിയോയിൽ ഇൻട്രാവീനസ് അനസ്തെറ്റിക് ഏജൻസ് ആണ് നമുക്ക് പറയേണ്ടത്. പെരൻട്രൽ അനസ്തെറ്റിക്സ് 5 മരുന്നുകളുണ്ട്. ഇത് ആദ്യത്തെ 2 തയപെൻറ്റോൺ സോഡിയം ആൻഡ് മെത്തോഹെക്സിറ്റോൺ. ഇത് രണ്ടും ബാർബിറ്റുറേറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നാണ്. രണ്ടും ബാർബിറ്റുറേറ്റ്സ് ആണ്. പിന്നെ ഉള്ളത് എറ്റോമിഡേറ്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ദെൻ കീറ്റമിൻ എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് ദെൻ പ്രൊപ്പഫോൾ ഉണ്ട്. ഫോസ് പ്രൊപ്പഫോൾ അതിൻ്റെ ഡെറിവേറ്റ്. സോ ഇത്രയും 5 മരുന്നുകളാണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാ 1 ബാർബിറ്റുറേറ്റ്സിനെ പറ്റിയും 2 പ്രൊപ്പഫോൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതും പറയാം. ആദ്യം നമുക്ക് ബാർബിറ്റുറേറ്റ്സ് ഗ്രൂപ്പിനെ കാണാം. ഇതിൽ ഏറ്റവും പ്രധാന ഇതാണ് തയപെൻറ്റോൺ സോഡിയം. തയോപെൻറ്റാൽ എന്ന് പറഞ്ഞാലും സോഡിയം തയോപെൻറ്റാൽ എന്ന് പറഞ്ഞാലും തയപെൻറ്റോൺ സോഡിയം എന്ന് പറഞ്ഞാലും എല്ലാം സെയിം മരുന്ന് തന്നെയാണ്, ഒരേ മരുന്ന് തന്നെയാണ്. ദെൻ അടുത്തത് മെത്തോഹെക്സിറ്റോൺ ആണ്. ദെൻ മൂന്നാമത് ഒരെണ്ണം കൂടി ഉണ്ട്. അത് തയോമൈലാൽ എന്ന് പറയുന്ന മരുന്നാണ്. തയോമൈലാൽ അത് പക്ഷേ വെറ്റിനറി ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന എവിടെയെങ്കിലും കേട്ടാൽ വെറ്റിനറി ആണെന്ന് ഓർത്തിരിക്കുക, നോട്ട് ഫോർ ഹ്യൂമൻ യൂസ്. സോ ഇത് രണ്ടും മെത്തോഹെക്സിറ്റോൺ ആൻഡ് തയപെൻറ്റോൺ സോഡിയം രണ്ടും അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്സ് ആണ്. ബാർബിറ്റുറേറ്റ്സ് നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്, അതിനെ ക്ലാസിഫൈ ചെയ്തതാണ്. സോ അതിൽ ദീസ് 2 ആർ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫലിക്കും, വേഗത്തിൽ ഫലം ലഭിക്കും. പക്ഷേ വളരെ കുറച്ച് നേരം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് പരമാവധി കിട്ടാവുന്ന പ്രവർത്തന ശേഷി. രണ്ടാമത്തെ പോയിന്റിന്റെ പ്രവർത്തന രീതിയാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഒന്ന് ഗാബ എ ക്ലോറൈഡ് ആൻഡ് ചാനൽസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഒരെണ്ണം. രണ്ടാമത്തത് ഗ്ലൈസീന്റെ റിസപ്റ്ററിൽ ആഗണിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോ പ്രവർത്തന രീതി ഞാൻ അധികം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മളത് ബാർബിറ്റുറേറ്റ്സ് എന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. സെയിം മെക്കാനിസം ആക്ഷൻ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഇത് അനാൾജസിക് ആക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സോ അനാൾജസിക് ആക്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ പുവർ അനാൾജസിക് ആക്ഷൻ ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം, മസിൽ റിലാക്സേഷൻ ആക്ഷൻ ഉണ്ടോ? അപ്പൊ അതും ഇല്ല. സോ ഇറ്റ്സ് എ പുവർ മസിൽ റിലാക്സൻ. സോ അനാൾജസിക് ആക്ഷനും ഇല്ല, മസിൽ റിലാക്സന്റ് എഫക്റ്റും ഇല്ല. മാത്രമല്ല ഒരേ സിറിഞ്ചിനകത്തോ അല്ലെങ്കിൽ ഒരേ ട്യൂബിനകത്ത് കൂടി ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന IV സൊല്യൂഷൻ കൊടുക്കുന്ന അതിനകത്തേക്ക് മസിൽ റിലാക്സൻസ് അല്ലെങ്കിൽ ന്യൂറോമസ്കുലാർ ബ്ലോക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ ഫാർമസ്യൂട്ടിക്കൽ ഇന്ററാക്ഷൻസും ഉണ്ടാക്കാം. ദെൻ ഇത് ലഭിക്കുന്നത് പൗഡർ ആയിട്ടാണ്, ഒരു യെല്ലോ കളർ പൗഡർ ആണ് സംഭവം. ദെൻ ഇത് അലിയിക്കാനായിട്ട് ഒരു 6% സോഡിയം കാർബണേറ്റിലായിരിക്കും അലിയിക്കുക. അപ്പൊ അതിന്റെ ഒരു pH എന്ന് പറയുന്നത് ഒരു 10 to 11. സോ ആൽക്കലൈൻ pH ആണ്. സോ അറിയാതെ എങ്ങാനും ഇത് ആർട്ടറീസിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ആർട്ടറീസിലേക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ ത്രോംബോഫ്ലെബൈറ്റിസ് ഉണ്ടാകും. ത്രോംബോഫ്ലെബൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സോ ഹെപ്പാരിനോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കൊടുക്കേണ്ടി വരും, സലൈനൊക്കെ കൊടുക്കേണ്ടി വരും. ദെൻ ഇഞ്ചക്ഷൻ ഈസ് പെയിൻഫുൾ ആണ്. ഇഞ്ചക്ഷൻ അത്യാവശ്യം കുറച്ച് വേദനയൊക്കെ ഉണ്ട്. ഇതിനേക്കാൾ പെയിൻഫുൾ ആണ് മെത്തോഹെക്സിറ്റോൺ, അതിനേക്കാൾ പെയിൻഫുൾ ആണ് പ്രൊപ്പഫോൾ നമ്മൾ ഇനി പറയാൻ പോകും. സോ അപ്പൊ ഇത് ഏറ്റവും ലീസ്റ്റ് പെയിൻഫുൾ ആയിട്ട് വേണമെങ്കിൽ പറയാം, എങ്കിലും പെയിൻ ഉണ്ട്. ഇനി ഇത് കനോട്ട് ആഡ് ദിസ് ഇൻ ടു ആസിഡിക് സൊല്യൂഷൻസ്. ആസിഡിക് സൊല്യൂഷനിൽ ചേർക്കാൻ പറ്റില്ല, കൊടുക്കാനുണ്ട്. അപ്പൊ നോർമൽ സലൈനിലൊക്കെ നമുക്ക് അലിയിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. റിങ്ങർ ലാക്ടേറ്റ് അതിനകത്തൊന്നും ഇത് അലിയിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇനി തയപെൻറ്റോൺ സോഡിയത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ VD വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ആൻഡ് ദിസ് ക്യാൻ അണ്ടർഗോ എ പ്രോസസ് കോൾഡ് ആസ് റീഡിസ്ട്രിബ്യൂഷൻ. അതെന്താണെന്ന് നമ്മൾ ബാർബിറ്റുറേറ്റ്സിൽ പറഞ്ഞാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ഇത് കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉള്ള ബ്രെയിനിലേക്ക് പോകും, പിന്നീട് അവിടെ നിന്ന് ബ്ലഡ് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ബാക്കി ഫാറ്റ് ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകും. സോ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇത് ക്വിക്കായിട്ട് അതിന്റെ ആക്ഷൻ തീരുക. സോ പെട്ടെന്ന് ആക്ഷൻ തീരും, ആക്ഷൻ അതുകൊണ്ടാണ് വേഗം തീരുക. പക്ഷെ പിന്നീട് ഡ്രഗ്സ് ഈ ടിഷ്യൂസിൽ പോയി കിടക്കുകയാണ്. സോ കുറച്ച് മെറ്റബോളൈസ് ചെയ്തിട്ട് പെന്റോബാർബിറ്റോൺ ആവുന്നുണ്ട്. പെന്റോബാർബിറ്റോൺ ഒരു ഇന്റർമീഡിയറ്റ് ആണ്, പെന്റോബാർബിറ്റോൺ ആവുന്നുണ്ട്. സോ അനസ്തീഷ്യ കുറച്ച് നേരമേ കിട്ടുള്ളൂ, പക്ഷേ എങ്കിലും ഇതിന്റെ റിക്കവറി അത്ര വേഗമല്ല. ഇറ്റ്സ് സംവാട്ട് പ്രൊലോങ്ഡ് ആണ്, കുറച്ച് പ്രൊലോങ്ഡ് ആണ്. ആ സമയത്ത് ഉറക്കവും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പക്ഷെ മെത്തോഹെക്സിറ്റാൽ കുറച്ചുകൂടി വേഗം അതിന്റെ റിക്കവറി നമുക്ക് കിട്ടും, ക്ലിയർഡ് ആകും ബ്ലഡിൽ നിന്ന്. ഇനി അനസ്തീഷ്യ ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു 3 to 5 milligram per kilogram സൊല്യൂഷൻ ആണ് നമ്മൾ കൊടുക്കുക. സാധാരണ നമ്മൾ കൊടുക്കുക ഒരു 2.5% സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ ഹിപ്നോട്ടിക് എഫക്ട് കിട്ടാനായിട്ട് ഒരു 15.6 microgram per ml ബ്ലഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആണ്. ദെൻ പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് ഒരു 85% പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം നമ്മൾ അനസ്തീഷ്യ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്, സോ ഇൻഡക്ഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട യൂസ്. ഇൻഡക്ഷൻ ഓഫ് ഇൻട്രാവീനസ് അനസ്തീഷ്യ. സോ ഇതിനാണ് ഉപയോഗിക്കുക. മെയിൻ്റനൻസിന് നമ്മൾ ഇത് ഉപയോഗിക്കില്ല. മെയിൻ്റനൻസിന് നമ്മൾ ഗേഷ്യസ് അനസ്തെറ്റിക് ഉപയോഗിക്കേണ്ടി വരും. സോ ഓൺലി ഫോർ ഇൻ്റർനൻസ്, നോട്ട് ഫോർ മെയിൻ്റനൻസ്. ഇനി രണ്ടാമത്തെ ഉപയോഗം ബാർബിറ്റുറേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതിന്
സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്ന എപ്പിലെപ്സി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന കണ്ടീഷനാണ്. അതിന് നമുക്ക് മറ്റു മരുന്നുകളൊന്നും ഫലം ഇല്ലെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാം. സോ ആന്റി എപ്പിലെപ്റ്റിക് ആക്ഷൻ ഉള്ള മരുന്നാണ്. ആൻഡ് ദിസ് ഓൾസോ ഹാവ് CNS ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്ട് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് സെറിബ്രോ പ്രൊട്ടക്റ്റീവ് എഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ ബ്രെയിൻ മെറ്റബോളിക് റേറ്റ് കുറയ്ക്കും ആൻഡ് ഓക്സിജൻ റിക്വയർമെന്റും കുറയ്ക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ സപ്രസ് ദ EEG. അത്രയും കാര്യങ്ങൾ ചെയ്യും. ദെൻ തൈറോയ്ഡ് സംബന്ധമായിട്ട് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ള ആൾക്കാരിൽ ഇത് നമുക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്തരം സർജറീസ്, സോ ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള സർജറീസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. കൂടുതൽ ഫലമുണ്ട്. അപ്പോൾ ഇവിടെ എപ്പിലെപ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ മെത്തോഹെക്സിറ്റോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെത്തോഹെക്സിറ്റോൺ പക്ഷേ നമുക്ക് CNS-ൽ ക്യാൻ ഇൻഡ്യൂസ് ഓർ ഇൻക്രീസ് സീഷർ ഉണ്ടാക്കാനുള്ള പ്രവണതയാണുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അത് ECT-ലാണ്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിൽ അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിന് സീഷേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. സൈഡ് എഫക്ട്സ് ആൻഡ് ടോക്സിറ്റീസ്, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഓർ സൈഡ് എഫക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്തായിരിക്കും? സെഡേഷൻ ആണ്. എല്ലാ ബാർബിച്ചറേറ്റ്സും ഉറക്കമുണ്ടാക്കും, അംനേഷ്യ ഉണ്ടാക്കും, ഓർത്ത് ഒന്നും പറയാൻ പറ്റില്ല. സോ സെഡേഷൻ ആൻഡ് അംനേഷ്യ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് അതിന്റെ ഈ അഡ്വേഴ്സ് എഫക്ട് നമുക്ക് നാർക്കോ അനാലിസിസിന് നമുക്ക് ഉപയോഗിക്കാം. ട്രൂത്ത് സിറം ആയിട്ട് നുണ പരിശോധന ടെസ്റ്റുകളിൽ ഇത് ഉപയോഗപ്പെടുത്താം. ഹയോസിൻ എന്ന് പറഞ്ഞ മരുന്നും ട്രൂത്ത് സിറമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ പോളിഗ്രാഫ് പോലെയുള്ള ടെസ്റ്റുകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. സോ സെഡേഷൻ ആണ് നമ്മൾ പറഞ്ഞ അഡ്വേഴ്സ് എഫക്ട്. ഇതാണ് അതിന്റെ ഗുണം. ദെൻ രണ്ടാമത്തെ ഒരു അഡ്വേഴ്സ് എഫക്ട് താഴത്ത് എഴുതാം. ഇറ്റ് ക്യാൻ ഡിക്രീസ് ബ്ലഡ് പ്രഷർ, ഡോസ് ഡിപ്പെൻഡന്റ് ഫോൾ ഇൻ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാം. ബ്ലഡ് പ്രഷർ കുറയും. വാസോ ഡയലറ്റേഷൻ ഉണ്ടാക്കും. അത് എവിടെയാണ് കൂടുതൽ എന്ന് വെച്ചാൽ വെയിൻസിലാണ് കൂടുതലായിട്ട് ഡയലേറ്റ് ചെയ്യിക്കുക. പക്ഷേ ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലഡ് പ്രഷർ കുറയുന്നത് ആൾക്കാരിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോവോളീമിയ ഉള്ള ആൾക്കാരിൽ, വോളിയം കുറഞ്ഞ ആൾക്കാരിൽ, ബ്ലഡ് വോളിയം കുറവുള്ളവരിൽ, ദെൻ കാർഡിയോമയോപ്പതി ഉള്ളവരിൽ, ദെൻ വാൽവുലാർ ഹേർട്ട് ഡിസീസസ് ഉള്ള ആൾക്കാരിൽ, കൊറോണറി ആർട്ടറി ഡിസീസസ് ഉള്ള ആൾക്കാരിൽ, വയസ്സായിട്ടുള്ള സെനൈൽ ഓൾഡ് പേഷ്യൻസോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത് റിലേറ്റഡ് ടു കാർഡിയോവാസ്കുലർ. പിന്നെ മൂന്നാമത്തെ സൈഡ് എഫക്ട് നമുക്ക് പറയാനുള്ളത് റിലേറ്റഡ് ടു റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തെ അല്ലെങ്കിൽ സെന്ററിനെ സോ ഡിപ്രസ് ദ റെസ്പിറേറ്ററി സെന്റർ. അതാണ് ഇവിടെയുള്ള ആക്ഷൻ. സോ ഡിക്രീസ് ദ റെസ്പിറേറ്ററി റേറ്റ് കുറയ്ക്കും. ആൻഡ് ഉയർന്ന ഡോസിൽ ഹൈ ഡോസിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടെ അനസ്തറ്റിക് ഓപ്പിയോയിഡും കൂടിയാണെങ്കിൽ അപ്പോൾ റെസ്പിറേറ്ററി ഡിപ്രഷൻ കൂടുതലായിരിക്കും. കാരണം ഓപ്പിയോയിഡിന് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കാം. ദെൻ ലാരിഞ്ചിയോസ്പാസം പോലെയുള്ളവയും ഉണ്ടാക്കാം. സോ റെസ്പിറേറ്ററി ഡിപ്രഷൻ ബാക്കി എല്ലാ മരുന്നിലും നമുക്ക് തിരിച്ച് പറയാനുണ്ട്. ദെൻ ആസ്മാറ്റിക്സിൽ വീസിങ് കൂടുതലായിരിക്കും. സോ മോർ ഇൻക്രീസ്ഡ് വീസിങ്. മാസ്റ്റ് സെല്ലിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാകും. ആൻഡ് അബൌട്ട് ഇറ്റ് സ്മെൽ, ദിസ് തയപ്പെൻഡോൺ ഒരു പങ്കന്റ് ആയിട്ടുള്ള സ്മെല്ലാണ്, പങ്കൻ സ്മെല്ലാണ്. അത് തന്നെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അപ്നിയ ഉണ്ടാക്കാം. അതിനപ്പോൾ റെസ്പിറേറ്ററി ഡിപ്രഷൻ കൂടി വരുമ്പോഴത്തേക്കും ഡബിൾ അപ്നിയ എന്നാണ് അതിന് പറയുന്നത്. ഡബിൾ അപ്നിയ ഉണ്ടാക്കാം. ഓക്കെ. ഇനി ലിവർ കിഡ്നി എൻഡോക്രൈൻ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനിലൊന്നും ഈ സംഭവങ്ങൾ കാര്യമായിട്ട് ഇടപെടുന്നില്ല. നൗസിയ, വോമിറ്റിംഗ് ഇതും കാര്യമായിട്ടൊന്നും ഇല്ല ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നം അധികം ആൾക്കാരിലും കാണുന്നത് ഇവിടെ തന്നെ അഡ്വേഴ്സ് എഫക്റ്റിൽ എഴുതി കഴിഞ്ഞാൽ ഹൈപ്പോകലീമിയാണ്. ഹൈപ്പോകലീമിയ ഒരുപാട് രോഗികളിൽ ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നുണ്ട്. ദെൻ റീബൗണ്ട് ഹൈപ്പർ കലീമിയ കോമയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടും പറയുന്നുണ്ട്. സോ ഇതിപ്പോൾ ആർക്കാണ് കൊടുക്കാനേ പാടില്ലാത്തതെന്ന് വെച്ചാൽ അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫൈറിയ അല്ലെങ്കിൽ പോർഫൈറിയ ഉണ്ടാകാവുന്ന കേസുകളിലൊന്നും കൊടുക്കാൻ പാടില്ല. സോ ഇൻ പോർഫൈറിയ റിലേറ്റഡ് കേസസ് അബ്സല്യൂട്ട്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ദെൻ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഡിക്രീസ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ കുറയ്ക്കും, ഇൻട്രാ ഓക്കുലാർ ടെൻഷൻ കുറയ്ക്കും. സോ ഇത്രയൊക്കെ കുറയ്ക്കും. സോ ഇത്രയൊക്കെയാണ് നമുക്ക് തയപ്പെൻഡോൺ സോഡിയം ആൻഡ് മെത്തോഹെക്സിറ്റാൾ അല്ലെങ്കിൽ മെത്തോഹെക്സിറ്റോൺ സോഡിയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയേണ്ടത് പ്രൊപ്പഫോളിനെ കുറിച്ചിട്ടാണ്. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻട്രാവീനസ് അനസ്തെറ്റിക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊപ്പഫോൾ ആണ്. അതിൻ്റെ ഉത്തരം പ്രൊപ്പഫോൾ ആണ്. ഇൻട്രാവീനസ് അനസ്തെറ്റിക് ആയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് പ്രൊപ്പഫോൾ എന്ന് പറയുന്ന മരുന്നാണ്. ഡിപ്രിവാൻ എന്നാണ് ഇതിന്റെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് പേര്. 1980-85 ആ കാലഘട്ടത്തിൽ തൊട്ട് ഉള്ള മരുന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്വിക്ക് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. ലെസ് ദാൻ എ മിനിറ്റ്, ഒരു മിനിറ്റിൽ താഴെ കൊണ്ട് ഇതിന്റെ ആക്ഷൻ തുടങ്ങും. ബട്ട് ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് എഫക്ട് കുറച്ച് നേരമേ ഉള്ളൂ. ഒരു 5 to 10 minutes വരെയൊക്കെ ഇതിന്റെ എഫക്ട് ഉള്ളൂ. സോ ഇറ്റ്സ് എ വെരി ഗുഡ് അനസ്തെറ്റിക് ഫോർ ഇൻഡക്ഷൻ. സോ ഇൻഡ്യൂസ് ചെയ്യാൻ
ചെയ്യാനായിട്ട് ഇൻഡക്ഷന് ഇത് നല്ല ഒരു അനസ്തെറ്റിക് ആണ്, ഇൻഡക്ഷൻ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഈ ഡ്രഗ് ഒരു കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുത്താലോ, അങ്ങനെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ഓൾസോ ഫോർ മെയിൻ്റനൻസിനും നമുക്ക് ഉപയോഗിക്കാം. സോ മെയിൻ്റനൻസ് ഓഫ് അനസ്തീഷ്യക്ക് ഉപയോഗിക്കാം. സോ ഒറ്റയ്ക്ക് ഇൻഡക്ഷനും മെയിൻ്റനൻസിനും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ടോട്ടൽ ഇൻട്രാവീനസ് അനസ്തെറ്റിക് മരുന്നാണ് പ്രൊപ്പഫോൾ എന്ന് പറയാം. അപ്പം ഇനി അടുത്ത ചോദ്യം, പെയിൻ വേദന കുറയ്ക്കുമോ എന്ന് വെച്ചാൽ മറ്റേതുപോലെ തന്നെയാണ്, നോ, കുറവാണ്. പുവർ അനാൾജസിക് ആക്ഷൻ ആണ്. മസിൽ റിലാക്സന്റ് എഫക്ട് ഉണ്ടെന്ന് വെച്ചാൽ അതും പുവർ ആണ്, കാര്യമായിട്ടുള്ള മസിൽ റിലാക്സന്റ് ആക്ഷനും ഇല്ല. ഇനിത്തിയ ഗുണങ്ങൾ പറഞ്ഞാണെങ്കിൽ നൗസിയ വോമിറ്റിംഗ് ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല അത് തടയുക കൂടി ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ലതാണ്. സോ ഇറ്റ്സ് ആൻ ആന്റി എമറ്റിക് ആക്ഷൻ ഉണ്ട് ആൻഡ് ഓൾസോ സം ആന്റി പ്രൂറൈറ്റിക് ആക്ഷൻ ഉണ്ട്, കുറച്ച് ചൊറിച്ചിൽ ഒക്കെ കുറയ്ക്കുന്ന ആക്ഷനും ഉണ്ട്. ദെൻ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ഇൻട്രാക്രേനിയൽ പ്രഷർ, അത് താഴ്ത്താം. ദെൻ ക്യാൻ ഡിക്രീസ് ദ സെറിബ്രൽ ബ്ലഡ് ഫ്ലോ കുറയ്ക്കാം, അപ്പോൾ അതുകൊണ്ട് ഡിക്രീസ് ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ ബ്രെയിൻ കുറയ്ക്കാം. സോ ദിസ് ഡ്രഗ് ലോ ഡോസിൽ, കുറഞ്ഞ ഡോസിൽ നമുക്ക് ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം, സെഡേറ്റീവ് ഹിപ്നോട്ടിക്. ഇനി സീഷേഴ്സ് ആണ് അടുത്ത പ്രശ്നം. സീഷേഴ്സ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ഡ്രഗ് ആസ് ആന്റി എപ്പിലെപ്റ്റിക്. ആന്റി എപ്പിലെപ്റ്റിക് ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിലൊക്കെ മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് അതിനൊന്നും ഫലമില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് പ്രൊപ്പഫോൾ എന്ന് പറയുന്ന മരുന്ന്. അപ്പോൾ നമുക്ക് വാട്ട് ആർ ദ യൂസസ്, എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഇൻഡക്ഷന് കൊടുക്കാം അല്ലെ, അനസ്തീഷ്യ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കാം. ഇൻഡക്ഷൻ ഏജന്റ്, ഇപ്പം നമുക്ക് ഇൻറ്റ്യൂബേഷൻ പോലുള്ള പ്രൊസീജിയർ, ട്യൂബുകളൊക്കെ കയറ്റണമെങ്കിൽ നമുക്ക് ആ സമയത്ത് 1 to 3 mg/kg കൊടുത്തു കഴിഞ്ഞാൽ. ദെൻ രണ്ടാമത്തെ യൂസ് സെഡേഷൻ പല കേസുകളിൽ കൊടുക്കാം. ഇപ്പോൾ മെക്കാനിക്കലി വെന്റിലേറ്റഡ് പേഷ്യൻസ്, ICUലോ അവിടെയൊക്കെ കിടക്കുന്ന പേഷ്യൻസിലാണെങ്കിൽ ഒരു 5 mg/kg/min അങ്ങനെ കൊടുത്താൽ ആളെ ഉറക്കി കിടത്താം. ദെൻ പ്രൊസീജിയറൽ സെഡേഷൻ, എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് സെഡേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കാം. ICU സെഡേഷൻ, ICUയിൽ എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമില്ല, അയാളെ ഉറക്കണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ദെൻ ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഡേ കെയർ സർജറീസ്. രാവിലെ വന്നു കഴിഞ്ഞാൽ അയാളെ നമ്മൾ പകൽ തന്നെ സർജറി ചെയ്യുന്നു, രാത്രി ആകുമ്പോൾ ആളെ പേഷ്യന്റിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. കാരണം ഇതിന്റെ റിക്കവറി ഫാസ്റ്റാണ്. ഇനി മലിഗ്നന്റ് ഹൈപ്പർതെർമിയ നമ്മൾ മറ്റേ ഹാലോത്തേനൊക്കെ പഠിച്ചപ്പോൾ അതുണ്ടാക്കുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നൗസിയ വോമിറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇല്ലാതാക്കും. ദെൻ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിന് നമുക്ക് ഉപയോഗിക്കാം. സോ ഇതൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ. ഇനി ഇതിന്റെ ഫോർമുലേഷൻസിനെ കുറിച്ച് അല്പം ഒന്ന് പറയാനുണ്ട്. ഇത് ലഭിക്കുന്നത് ഡിപ്രിവാൻ ഞാൻ പറഞ്ഞു, അതൊരു മിൽക്കി വൈറ്റ് എമൽഷൻ ആണ്. മിൽക്കി വൈറ്റ് എമൽഷൻ ആയിട്ടാണ് ഇത് കിട്ടുക. അത് സാധാരണ 1% സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ 2% ഉണ്ട്, വേറെയും 5% ഉണ്ടെന്ന് തോന്നുന്നു. ദെൻ ഈ 1% എമൽഷൻ ഡിപ്രിവാൻ ആണ് ഞാൻ പറയുന്നത്. ഡിപ്രിവാനിലാണെങ്കിൽ ഇതിനകത്ത് 1% ഡ്രഗ് ഉണ്ട്, ദാറ്റ് മീൻസ് പ്രൊപ്പഫോൾ ഉണ്ട്, പ്ലസ് 10% സോയാബീൻ ഓയിൽ ഉണ്ടാകും. ദെൻ 1 to 2% ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ് ഡിറൈവ്ഡ് ഫ്രം മുട്ടയിൽ നിന്ന്, എഗ്ഗിൽ നിന്ന് കിട്ടുന്ന ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടാകും. ദെൻ സം അറൗണ്ട് 2 to 2.5% ഗ്ലിസറോൾ ഉണ്ട്, ഗ്ലിസറോൾ. ദെൻ കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ്, EDTA അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ വരിക. സോ എഗ് അലർജി ഉള്ള ആൾക്കാർ, ഇപ്പോൾ എഗ് അലർജി, സോയ അലർജി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ദിസ് ഡിപ്രിവാൻ പോലെയുള്ള ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇഞ്ചക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പെയിൻഫുൾ ആണ്, ഏറ്റവും പെയിൻഫുൾ ഇതാണ്. ദെൻ മെത്തോക്സിറ്റോൺ, ദെൻ മറ്റേത് തയോപെൻറ്റ. സോ മോസ്റ്റ് പെയിൻഫുൾ IV അനസ്തെറ്റിക് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ദെൻ നമ്മൾ ഈ ഡ്രഗ് എടുത്തിട്ട് നമ്മളത് ഒരു 5% ഗ്ലൂക്കോസിനകത്തായിരിക്കും കലക്കുക. അങ്ങനെ കലക്കി എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 6 hours 6 മണിക്കൂറിനകം തന്നെ അത് ഉപയോഗിക്കണം. ആൻഡ് ഇത് കൊടുക്കുന്ന ഈ IV ലൈൻ, ഇങ്ങനെയുള്ള ഗ്ലൂക്കോസ്, ഈ ബോട്ടിൽ, ഇതെല്ലാം നമ്മൾ 12 മണിക്കൂറിലിടക്ക് മാറ്റുകയും വേണം. കാരണം ബിക്കോസ് ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാകും, ബാക്ടീരിയൽ ഗ്രോത്ത് തടയണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാറ്റേണ്ടി വരും. ദെൻ പിന്നെ ഇതിന്റെ വേറൊരു ഫോർമുലേഷനാണ് ഫോസ് പ്രൊപ്പഫോൾ. നമ്മൾ ഫോസ്ഫെനിറ്റോയിൻ പറഞ്ഞ പോലെ ഫോസ് പ്രൊപ്പഫോൾ ഉണ്ട്. ഇത് വാട്ടർ സോലുബിൾ ആണ്. അപ്പോൾ അതിനകത്ത് എന്തില്ല, മറ്റേ സംഭവങ്ങളില്ല. അക്വാവാൻ എന്നുള്ള പേരിലാണ് തോന്നുന്നു ലഭിക്കുന്നത്. ആൻഡ് ഇഞ്ചക്ഷന് വേദന എന്നാലും ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന കുറയുന്നില്ല, പക്ഷെ ലിപ്പിഡ്സ് അതിനകത്തില്ല എന്നുള്ളതാണ്. ദെൻ പിന്നെ ഒരെണ്ണം വരുന്നത് ആംപോഫോൾ എന്ന പേരിൽ ഒരെണ്ണം വരുന്നുണ്ട്. അതിനകത്ത് ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്, പക്ഷെ അത് 50%. ഇതിനുള്ളതിന്റെ നേർ പകുതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഫോസ് പ്രൊപ്പഫോൾ എന്ന് പറയുന്ന മരുന്ന് മൊത്തത്തിൽ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇൻ പ്രഗ്നൻസിയിൽ ഇത് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞത്, ഒന്ന് വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, വേഗം തന്നെ
പ്രവർത്തനം നിൽക്കുകയും ചെയ്യും. ദെൻ ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് പ്രൊഡക്റ്റ് വി യൂസ്. അപ്പോൾ കുത്തിവെക്കുന്ന ഭാഗത്തുള്ള വേദനയാണ് ഒരു പ്രശ്നം. ദെൻ അലർജി ഉള്ളവരിൽ എഗ് സോയ അലർജി ഉള്ളവരിൽ പ്രശ്നമാകാം. ദെൻ ട്രൈഗ്ലിസറൈഡ് വർദ്ധിക്കാം. സോ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ഉപയോഗിച്ചാൽ ട്രൈഗ്ലിസറൈഡ് വർദ്ധിക്കാം. അല്ലാത്ത ഫോർമുലേഷൻ ആണെങ്കിൽ അത് കൂടില്ല. സോ ഇനി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവറിൽ അല്പം മെറ്റബോളിസം നടക്കുന്നുണ്ട്. ദെൻ മറ്റേ എക്സ്ട്രാ ഹെപ്പാറ്റിക്കും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ യൂറിനിലൂടെയും ഫീസസിലൂടെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെക്കാനിസം ആക്ഷൻ ഞാൻ പറയാൻ വിട്ടു. മെക്കാനിസം നമുക്ക് പറയാനുള്ളത് ഗാബ എ തന്നെയാണ്. ഗാബ എ ക്ലോറൈഡ് ചാനൽ തുറക്കുന്നതും ദെൻ NMDA ആന്റഗോണിസ്റ്റ് ആയിട്ടാണ്. കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ ഏകദേശം മെക്കാനിസം. ഇനി നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. അഡ്വേഴ്സ് എഫക്റ്റ് ഓർ ദോഷ ഫലങ്ങളെ പറ്റി നമുക്ക് പറയാൻ ഒന്ന് CNS ഡിപ്രസൻ്റ് ആണ് മരുന്ന് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ദെൻ നംനെസ്, ദെൻ ടൈറ്റ്നസ് ഇൻ ചെസ്റ്റ്, അങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ കുത്തിവെക്കുന്നിടത്ത് പെയിൻ അറ്റ് ഇഞ്ചക്ഷൻ സൈറ്റ് ഉണ്ടാക്കാം. ഇതെല്ലാം ഉണ്ടാക്കാം. ദെൻ മറ്റ് CNS ഡിപ്രസൻസും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതർ CNS ഡിപ്രസൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസ് ഒക്കെ വർദ്ധിപ്പിക്കും. ഇതിൻ്റെയും കൂടും അതിൻ്റെയും കൂടും. ദെൻ CNS മരുന്നുകൾക്കുള്ള ഒരു പ്രശ്നം പലതും പ്ലഷറബിൾ എഫക്ട്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അഡിക്ഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറച്ചുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റും. ദെൻ രണ്ടാമത്തത് കാർഡിയോവാസ്കുലർ ആണെങ്കിൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും സംഭവം. ഹൈപ്പോടെൻഷൻ, മറ്റേതും ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു. ഒരു 30% എങ്കിലും BP താഴത്തേക്ക് വരും. ദെൻ ഓൾസോ ഇറ്റ് ക്യാൻ കോസ് ബ്രാഡികാർഡി ഉണ്ടാക്കും ബിക്കോസ് ഡിക്രീസ് ഇൻ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ. ആൻഡ് പിന്നെ ഉള്ളത് ചിലതരം മസിൽ മൂവ്മെന്റ്സ്, അതിനെ നമ്മൾ മയോക്ലോണസ് എന്നാണ് പറയാം. മയോക്ലോണസ് മൂവ്മെന്റ് ഉണ്ടാകും. ഡിസ്കൈനേഷ്യ ആണെന്ന് വെച്ചാൽ അല്ല, ഡിസ്കൈനേഷ്യ വളരെ റയർ ആയിട്ട് മാത്രമേ ഉള്ളൂ. ദെൻ ഒപ്പിസ്തോട്ടോമസ് എന്നാണ് ഒരെണ്ണം. ഒപ്പിസ്തോട്ടോമസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കോറിയ ലൈക്ക് മൂവ്മെന്റ്, സ്ലോ ആയിട്ടുള്ള ഇങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ഒപ്പിസ്തോട്ടോണസ് മൂവ്മെന്റ് എന്ന് പറയാം. ദെൻ വെദർ ഇറ്റ് കോസസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, യെസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഇതും ഉണ്ടാക്കും. അപ്പോൾ മറ്റേതിനെ പോലെ തന്നെ എയർവേ ഒരു സപ്ലിമെന്റേഷൻ നമ്മൾ മുക്കിൽ കൂടിയൊക്കെ വേറെ ട്യൂബുകളൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഇതെല്ലാം കൊടുക്കാനായിട്ട്. ടൈംസ് ദിസ് ക്യാൻ കോസ് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാകും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് അപൂർവമായിട്ടുണ്ടാകുന്ന, അപൂർവമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പ്രിസ് സിൻഡ്രോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. പ്രിസ് സിൻഡ്രോം എന്ന് വെച്ചാൽ P for പ്രൊപ്പഫോൾ റിലേറ്റഡ് ഇൻഫ്യൂഷൻ സിൻഡ്രോം ആണ് പ്രിസ്. അതുണ്ടാക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രൊലോങ്ഡ് ഹൈ ഡോസ് ഒക്കെ കൊടുത്താലാണ്, ഭയങ്കരമായിട്ടുള്ള ഉയർന്ന ഡോസ് കൊടുത്താലും ഇറ്റ്സ് എ മെറ്റബോളിക് ഡിസോർഡർ ആണ്. മെറ്റബോളിക് ഡിസോർഡർ മൈറ്റോകോൺട്രിയൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇഡിയോസിൻക്രാറ്റിക്. സോ എല്ലാവരിലും ഒന്നും ഉണ്ടാവില്ല, അപൂർവമായിട്ടായിട്ടില്ലെങ്കിലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. സാധാരണ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ വിത്തിൻ 4 days ഒക്കെ അത് ഉണ്ടാകും. അപ്പോൾ അതിലെ പ്രശ്നം സഡൻ കാർഡിയാക് ഫെയിലിയർ ആണ്. ദെൻ റാബ്ഡോമയോലൈസിസ്, മസിൽസ് ഒക്കെ ബ്രേക്കപ്പ് ആകാം. ലിവർ ഓർ അതർ അതിൻ്റെയൊക്കെ ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാക്കാം. സോ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്നുള്ള സഡൻ ഡെത്ത് ഒക്കെ ഉണ്ടാക്കാം. സോ ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 തരം മരുന്നിനെ കുറിച്ചിട്ടാണ്. ഒന്ന് ബാർബിറ്റുറേറ്റ്സിനെ കുറിച്ചും പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് എറ്റോമിഡേറ്റിനെ കുറിച്ചും കീറ്റമിനെ കുറിച്ചിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.